ചാനൽ എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മള് എവിടെയാണ് പോകുന്നത്? കോർഫക്കാൻ ബീച്ചിലോട്ടും പിന്നെ ഒരു വാട്ടർഫോളും കാണാൻ പോവുകയാണ്. നമ്മള് കാറി ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജേർണി ഒരു 1.5 hour എടുക്കും നമുക്ക് കോർഫക്കാനിൽ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ദുബായിൽ നിന്ന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളും എല്ലാവർക്കും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്, ഇല്ലേ സീഷു? യെസ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ മല പോലെ ഇരിക്കുന്നത് അത് കണ്ടോ? അത് മലയൊന്നുമല്ല, അത് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ സ്ഥലമാണ്. പിന്നെ കുറച്ച് വലിയ വീഡിയോ ആണ് ഇന്നത്തേത്, അല്ലേ ശിശു? യെസ്. പക്ഷെ നമ്മൾ കുറച്ച് നേരമൊക്കെ സംസാരിക്കുക. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കരുത്, നിങ്ങൾ കാണണം. പിന്നെ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പോയ കുറേ ഭാഗമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. പിന്നെ നമ്മൾ പോകുന്ന റോഡ് ഒരു പുതിയ റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പം അതിൽ ഒരു രണ്ട് മൂന്നല്ല ഒരു 5-6 ടണലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ ഡെസേർട്ടിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കോർഫക്കാനിലെ ഏറ്റവും വലിയ ഒരു ബീച്ച് സൈഡാണ്. അവിടെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ വാട്ടർഫോള്. റോഡ് സൈഡ് തന്നെയാണ്. അപ്പം എൻട്രി ഫീ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ബീച്ചിൽ പോയി കുറേ നേരം പോയി കഴിഞ്ഞിട്ട് ആ വാട്ടർഫോളും കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ ഈ വാട്ടർഫോള് 4 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ബീച്ചിൽ ഒരു പാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ഈ വാട്ടർഫോളും കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പം നമ്മൾ 2 സൈഡ് മലയാണ്. ഈ മലയുടെ ഇടയിൽ കൂടെ ഉള്ള ഒരു റോഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ, ഇങ്ങനെ ഈ മലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ചെറുതായിട്ട് ഒരു മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ദൂരക്കാഴ്ച കുറച്ച് കുറവാണ്. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന വീക്കെൻഡ് അല്ലേ, അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ട്രിപ്പ് പോലെ നിങ്ങൾ പോയാൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഉമ്മ നല്ല ഗീ റൈസും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ആയിരുന്നു കൊണ്ടുവന്നത്. പിന്നെ പരിപ്പും ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു ഓപ്പൺ സ്പേസിൽ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളെ വേറൊരു വീഡിയോ നോക്കിയാൽ മതി, ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി വീഡിയോ. അപ്പോൾ നമ്മൾ ലിങ്ക് ബയോയിലിട്ടേക്കാം, നിങ്ങളത് ഉറപ്പായിട്ടും പോയി കാണണം. അപ്പോൾ ഉമ്മ പറഞ്ഞില്ലേ 6 ടണലുണ്ടെന്ന്. ഇത് ആദ്യത്തെ ടണലായിരുന്നു. പക്ഷേ നമ്മൾ മുഴുവൻ കാണിക്കുന്നില്ല, കാരണം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. കാരണം ഈ വീഡിയോ 1 മണിക്കൂറായ ആരെയും കാണൂല. അപ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് 15 മിനിറ്റ്സ് ആയത്. അപ്പോൾ നിങ്ങളിത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടണലിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇതും ഭയങ്കര വലിയ ടണലായിരുന്നു കേട്ടോ. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും പറ്റുന്നവരൊക്കെ പോയി കാണണം കേട്ടോ, ഇവിടെ UAE-യിലുള്ളവരൊക്കെ. ഇത് വളരെ ബ്യൂട്ടിഫുൾ സൈറ്റാണ്, നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ പോയി നോക്കണം. അപ്പോൾ നമ്മൾ 3rd ടണൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങൾ പോയിട്ടുണ്ടെന്ന്. പിന്നെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും കൂടെ നിൽക്കണേ. അപ്പോൾ നമ്മൾ 4ാമത്തെ ടണലിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ 5ാമത്തെ ടണലിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടണലിൻ്റെ ഇടയിൽ കൂടെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ സിവിലൈസ്ഡ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സിറ്റിയൊക്കെ ഉണ്ട്, കണ്ട വലിയ ബിൽഡിങ്ങും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോർഫക്കാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മൾ ബീച്ചിൽ, ഇതോ ബീച്ചാണ് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പൊ ഇതും ഒരു ബീച്ച് ഏരിയയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ബീച്ച്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ സ്വിങ്ങിലൊക്കെ നമ്മൾ കളിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം ബീച്ചിലൊക്കെ ഇരുന്ന് കളിച്ചു. അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് പോവാം. ബീച്ചിൽ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡിലും മലകളായിരുന്നു. പിന്നെ വേറെ ബീച്ചിൽ കാട്ടിയും തിരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ റൈറ്റിൽ കറക്റ്റായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഉമ്മ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ സ്ഥലം മുഴുവൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെയാണ് നമ്മൾ ഇരുന്ന് കഴിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് നമ്മൾ ലെഫ്റ്റിലുള്ള മല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മറ്റേ മല. അപ്പോൾ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നിറയെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ സ്വിങ്ങിലിരുന്ന് കളിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഞാനാണ്. പിന്നെ നാട്ടിലെ പോലെ നിറയെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങിൽ തേങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് കളിക്കുകയാണെങ്കിൽ പ്ലീസ് മാസ്ക് വയ്ക്കണം. ഉറപ്പായി എല്ലാ നേരവും മാസ്ക് വയ്ക്കണം. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നെന്നും പറഞ്ഞ് മാസ്ക് ഊരിയതാണ്. പിന്നെ അതുപോലെ നമ്മൾ അവധി പിന്നെ ഇവിടെ വെച്ചാണ് 10 തെറ്റിയടിച്ച് വീണത്. നമ്മൾ അവധി ദിവസം അല്ല പോയത്, അല്ലാതെ ഒരു വർക്കിംഗ് ഡേ ആണ് പോയത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മാസ്ക് ഒന്നും ഇല്ലാതെയൊക്കെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ നിന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തെങ്ങിൽ നിറയെ തേങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന്. ഇതാണ് ഇത്. നമ്മൾ വീക്കെൻഡ് ഡേയ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ അല്ലാത്ത ദിവസം ആയതുകൊണ്ടാണ് ഇവിടെ ഫുള്ള് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ വീണ്ടും റോഡിലെത്തി. ഇനി നമ്മൾ വാട്ടർഫോൾ ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് വാട്ടർഫോളിലോട്ട് പോകാം. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നൂല മാൻമെയ്ഡ് ആണെന്ന്. ഭയങ്കര നാച്ചുറൽ ആയിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. അത്രയ്ക്ക് നന്നായിട്ടാണ് അവരിത് ചെയ്തേക്കുന്നത്.
ഇങ്ങനെ റോഡിൻ്റെ സൈഡിലാണ് ഈ വാട്ടർഫോള്. ഇത് നമ്മൾ കാറിൽ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്ന എല്ലാ ആൾക്കാരും ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർഫോളിൻ്റെ ആ റെയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും പത്തും ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇവിടെ ഫത്ത് എന്നെ എങ്ങനെയാണ് സ്റ്റൈലിലോട്ട് നിൽക്കണമെന്ന് പറഞ്ഞു തന്നു. നമ്മൾ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഇപ്പം ഫത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിരുന്നു, ഒരു ബ്ലൂപ്പർ പോലെയായിരുന്നു. നിങ്ങൾ എൻ്റെ കണ്ണാടി കണ്ട് അതിശയിക്കേണ്ട, ഞാൻ എപ്പോഴും ഒടിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു എൻ്റെ മുഖത്തുള്ള ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തോ അറബിയിൽ എഴുതി വെച്ചേക്കാണ്. പക്ഷെ എനിക്കൊരു ഐഡിയ തോന്നി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ എന്തൊരു ഒരു വിയേർഡായിട്ടുള്ളൊരു മുള്ളുചെടി നമ്മൾ കണ്ടു. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഇതിനടുത്തൊരു വേറൊരു പ്ലേസും കൂടെ ഉണ്ട്. അപ്പോൾ അവിടോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ നിറയെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, നിറയെ പൂക്കളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ആംബി തിയേറ്റർ എന്നാണ്. ഇവിടെ സ്റ്റണ്ട് പെർഫോമൻസസ് ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റണ്ട് ഷോ ഒക്കെ കാണും. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരുന്നു, കൊറോണയൊക്കെ കാരണം. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബീച്ച്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു റോമൻ സ്റ്റൈൽ ബിൽഡിംഗ് ആണ്. ഇവിടെ ഷോ ഒക്കെ നടക്കുമ്പോൾ ഇതിൽ 3600 പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതൊരു ഓപ്പൺ എയർ സ്റ്റേജുമാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇപ്പോൾ ഈവനിങ് ആയി. അപ്പം മഞ്ഞൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പം ഇങ്ങോട്ട് വന്ന റോഡ് എന്ന് പറയുന്നത് പുതിയ റോഡ് വഴിയാണ് വന്നത്. തിരിച്ച് നമ്മൾ മഞ്ഞ് കാണുമെന്ന് വിചാരിച്ചിട്ട് പഴയ റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു 1.25 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ സൺസെറ്റ് ആവാറായി. അതുകൊണ്ട് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് കണ്ടില്ലേ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ വഴിയിൽ നമ്മൾ ഒരു വാട്ടർ ഫൗണ്ടൈനും കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൈൻ ആയിരുന്നു. ഇത് റോഡിൻ്റെ 2 സൈഡിലും ഉണ്ടായിരുന്നു.
ഇതൊക്കെ കാണുന്നത് ഇവിടുത്തെ ഫ്യൂവൽ പ്ലാന്റുകളാണ്. ഇപ്പം നമ്മൾ കണ്ട നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് മൗണ്ടൻസിൻ്റെ ഒക്കെ. ഇപ്പോൾ രാത്രിയായി തുടങ്ങി. ഇപ്പോഴാണ് നമ്മൾ വീടിൻ്റെ അടുത്തെത്തിയത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. See you next time. Bye.